ടി ജിയിലേക്ക്. ശ്രീ ടി ജി മോഹൻദാസ്, PV അൻവറിന് തുടക്കത്തിൽ ലഭിച്ച ഒരു സ്വീകാര്യത പിന്നീട് അങ്ങോട്ടുണ്ടായില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. വലിയ ജനക്കൂട്ടമൊക്കെ ആദ്യത്തെ പ്രസംഗങ്ങളിലൊക്കെ PV അൻവറിനുണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രീയമായി ഏത് ദിശയിലേക്കാണ് PV അൻവർ നീങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം നിലനിന്നു. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ വനനിയമ ഭേദഗതിക്കെതിരെ യാത്ര സംഘടിപ്പിക്കുകയും അതിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കുകയും ചെയ്തു. പക്ഷേ പൊതുമുതൽ നശിപ്പിച്ചതിൽ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭാഗത്തു നിന്ന് പിന്തുണ ഏറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ നേതാക്കൾ അറസ്റ്റിനെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തി. തുടക്കത്തിലില്ലാതിരുന്ന ആ ഒരു പരസ്യ നിലപാട്, പിന്തുണ നൽകുന്നതിലുള്ള പരസ്യ നിലപാട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അത് സമൂഹത്തിനൊന്നാകെ കാണാൻ സാധിക്കുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ പരസ്യമായി തന്നെ അദ്ദേഹത്തെ അനുകൂലിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയമായ സമ്മർദ്ദം PV അൻവറിൻ മുഖേന കോൺഗ്രസിനും UDFിനും മേലുണ്ടോ എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിലെ ചോദ്യം. അത് വാസ്തവത്തിൽ PV അൻവർ മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ ചെലുത്തുന്ന ഇൻഡയറക്റ്റായിട്ടുള്ള ഒരു സമ്മർദ്ദം ഉണ്ട്. PV അൻവറിൻ്റെ പാർട്ടി ചേലക്കരയിൽ മത്സരിച്ചപ്പോൾ 3400 വോട്ടോ മറ്റോ കിട്ടി. അത് വളരെ നിസ്സാര വോട്ടാണ്. പക്ഷേ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും 3400 വോട്ട് നിസ്സാരമല്ല. 6800 വോട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു പെർഫോമൻസാണ് ചേലക്കരയിൽ ഈ PV അൻവർ കാണിച്ചത്. അത് മറ്റ് നിയോജകമണ്ഡലങ്ങളിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കും എന്ന് രണ്ട് മുന്നണികൾക്കും ഭയമുണ്ട്. ചെറിയ നിസ്സാര വ്യത്യാസത്തിലാണ് ഒരുപാട് സീറ്റുകൾ കേരളത്തിൽ വിജയിക്കുന്നതും പരാജയപ്പെടുന്നതുമെല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നിസ്സാരക്കാരായ ആളുകളെപ്പോലും രാഷ്ട്രീയത്തിൽ പരിഗണിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള വലിയ രാഷ്ട്രീയ ശക്തിയൊന്നും അല്ലെങ്കിലും വോട്ടിൽ ചില്ലറ വ്യത്യാസം വരുത്താവുന്ന ആൾക്കാരെ അവഗണിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അത്ര നേരിയ ഭൂരിപക്ഷത്തിലാണ് നല്ലൊരു ശതമാനം നിയോജകമണ്ഡലങ്ങളിൽ മുന്നണികൾ ജയിക്കുന്നതും തോൽക്കുന്നതുമെല്ലാം. അപ്പോൾ ഇതിനിപ്പോൾ എന്ത് ചെയ്യും? ഏതായാലും LDFിലേക്ക് അൻവറിനെ എടുക്കില്ല. കാരണം അതിലും മാത്രം ചീത്ത വിളിച്ചു കഴിഞ്ഞു പിണറായി വിജയനെയും P ശശിയെയും പിന്നെ MR അജിത് കുമാറിനെയും മറ്റും ഇല്ലാത്തതും അല്ലാത്തതുമായ ആരോപണങ്ങൾ ബഹളങ്ങൾ ഒക്കെ നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് LDFിൽ ഒരു രീതിയിലും അൻവറിനെ എടുക്കാൻ പറ്റില്ല. UDFിന് ഓൾറെഡി അവിടെ വലിയ ആൾത്തിരക്കാണ്. ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായിട്ട് UDF വരും എന്ന് പലരും പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനവും ഉണ്ട് കേട്ടോ. കാരണം ഒരു പിണറായി വിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. അതുണ്ട് എന്ന് LDFിനും അറിയാം, CPMന് പ്രത്യേകിച്ചറിയാം. CPMൻ്റെ ഉൾപാർട്ടി അന്തഛിദ്രം ഏകദേശം അതിൻ്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുകയാണ്. പണ്ടൊന്നും കാണാത്ത വിധം. പണ്ട് ആകെ ഈ രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നമായിരുന്നു CPMൽ, VS അച്യുതാനന്ദനും പിണറായി വിജയനും. ഇപ്പം അങ്ങനെയല്ല. ജില്ലാതലത്തിൽ വരെ ചെറിയ ചെറിയ അച്യുതാനന്ദന്മാർ, ചെറിയ ചെറിയ പിണറായി വിജയന്മാർ ഒക്കെ തലപൊക്കിയിരിക്കുന്നു. സംസ്ഥാന നേതാക്കളെ പൂട്ടിയിടുന്നു. ഇതൊന്നും കേട്ടുകേഴ്വിയില്ലാത്ത സാധനമാണ് CPMൽ. സംസ്ഥാന നേതാക്കളെ പൂട്ടിയിടുക, അവരുടെ നേർക്ക് അലറുക, വിളിക്കുക, ഇതൊക്കെ പൊതുവെ കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവമായിട്ടാണ് കണ്ടുവന്നിരുന്നത്. പക്ഷെ അത് ഇപ്പോൾ CPMൽ വന്നിരിക്കുന്നു. CPMൽ എന്തോ ഒരുതരം ഗ്ലാസ് നോസ്റ്റ് പെരിസ്ട്രൈക്ക്, അത് മുകളിൽ നിന്നല്ല താഴെ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സ്ഥിതി. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം ഈ PV അൻവർ എന്ന കുരു ഏറ്റവും വേഗം പൊട്ടിക്കണം. സാധാരണ നമ്മുടെ ആയുർവേദ വൈദ്യന്മാരൊക്കെ കുരു നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ പൊട്ടിക്കാം എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇത് പഴുക്കാൻ വയ്ക്കുന്തോറും കൂടുതൽ പ്രശ്നമാകും എന്ന് പിണറായി വിജയന് തോന്നി. അപ്പോൾ ഇത് പൊട്ടിക്കാൻ തീരുമാനിച്ചു ഏറ്റവും നേരത്തെ.
പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് കുറച്ച് സമയമുണ്ട്, നിയമസഭാ തിരഞ്ഞെടുപ്പിന് കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഈ കുരു പൊട്ടിച്ച് കഴിഞ്ഞുള്ള കോൺസിക്വൻസസ് എന്താണെങ്കിലും അത് ഹാൻഡിൽ ചെയ്യാൻ സമയമുണ്ട്. അങ്ങനെയാണ് PV അൻവറിൻ്റെ അറസ്റ്റ് എന്ന് ഞാൻ കരുതുന്നു. PV അൻവർ ആണെങ്കിൽ ബുൾ ഇൻ എ ചൈന ഷോപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ, എന്തും അടിച്ചു പൊളിക്കാൻ തയ്യാറായിട്ട് PV അൻവർ നിൽക്കുന്നു. ശരിയാണ്, PV അൻവർ ആദ്യം കാണിച്ച ബഹളം അതെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ആദ്യത്തെ യോഗത്തിന് നല്ല ആൾ കൂടും കൗതുകം കൊണ്ട്, പിന്നെ ആൾ കുറയും, മാത്രമല്ല ഇഷ്യൂസ് ഇല്ലാതെ പോകും. പക്ഷേ അൻവർ അക്കാര്യത്തിലൊരു സാമർഥ്യം കാണിച്ചു, ഒരു കറക്റ്റ് ഇഷ്യൂ പിക്കപ്പ് ചെയ്തു. കേരളത്തിൽ നമ്മളെന്തെല്ലാം പറഞ്ഞാലും ഈ വനമേഖലയിൽ താമസിക്കുന്നവരും വന്യമൃഗങ്ങളും തമ്മിലുള്ള ഹ്യൂമൻ ആൻഡ് ആനിമൽ കോൺഫ്ലിക്റ്റ് അത് കൂടിക്കൂടിയാണ് വരുന്നത്. അതിന് പരന്യായങ്ങളും പറയാം. മനുഷ്യൻ കാട്ടിനുള്ളിലേക്ക് കയറിയതാണ്, അപ്പോൾ വന്യമൃഗങ്ങൾ എന്ത് ചെയ്യും? ശരിയാണ്, ഇതൊക്കെ തത്വത്തിൽ ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ ദ കോൺഫ്ലിക്റ്റ് ഈസ് ഇൻക്രീസിങ് സ്ലോലി. പലപ്പോഴും ആളുകൾ ക്ഷുഭിതരായിട്ട് റോഡ് ബ്ലോക്ക് ചെയ്യുക, എത്ര ഇതായി. അത് അൻവർ പറയുന്നത് ശരിയല്ലേ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് പുലി പിടിച്ചു, പന്നി കുത്തി, കാട്ടുപോത്ത് വന്നു, ആന പലതവണ പല സ്ഥലത്തായിട്ട് വരുന്നു. മനുഷ്യന് കിടക്കപ്രതിയില്ല. അയാൾ കയ്യേറ്റക്കാരനാവാം, കുടിയേറ്റക്കാരനാവാം, ആരുമാകാം, മനുഷ്യനാണല്ലോ. അപ്പോൾ ആ ഒരു സെക്ഷൻ ആൾക്കാർ, മലയോര മേഖലയിലുള്ളവർ, അവർ അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ട്. അത് കുറേയധികം ശരിയാണ് താനും. ഇഫക്റ്റീവായ ഒരു ഫെൻസിങ് പോലും സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആളുകൾ ക്ഷുഭിതരാകുന്നു, റോഡ് തടയുന്നു, ഫോറസ്റ്റ് ഗാർഡിനെ തല്ലാൻ പോകുന്നു. ഫോറസ്റ്റ് ഗാർഡ് പറയുന്നു, ഞങ്ങളുടെ വണ്ടിക്ക് ഡീസൽ വിൽക്കാൻ കാശില്ലപ്പാ, ഞങ്ങളെന്ത് ചെയ്യാനാണ്, എല്ലായിടത്തും ഓടിയെത്താനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് അവർ പറയുന്നു. ഇത് കുറേ കാലമായിട്ട് നടക്കുന്നു, ഒരു നാഥനില്ല കളരി. അപ്പോൾ അതിൽ കയറി ഇടപെടാം എന്ന് PV അൻവർ തീരുമാനിക്കുന്നു. ചെറുതാണെങ്കിലും ഒരു യാത്ര തീരുമാനിക്കുന്നു. ആ യാത്ര ഇതിനെന്തോ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവസാനിപ്പിക്കുന്നു. പിന്നെ ഒരു യോഗമോ മറ്റോ പെൻഡിങ്. അപ്പോഴാണ് ഈ പൂട്ടിക്കിടന്ന ഞായറാഴ്ചയായിരുന്നല്ലോ, ഓഫീസ് അടച്ചിട്ടിരിക്കുന്നു. ഓഫീസ് തല്ലിപ്പൊട്ടിച്ച് അകത്ത് കയറിയിട്ട് കസേരയൊക്കെ എടുത്തിട്ട് മേലോട്ടെറിയുന്നു, ഒരു ക്ലോക്കും വലിച്ച് താഴെയിടുന്നു. ഇതാണ് സംഭവം. ഇത് തന്നെ ഈ കുരു പൊട്ടിക്കാനുള്ള സമയം എന്ന് പിണറായി വിജയൻ കാൽക്കുലേറ്റ് ചെയ്തു. PV അൻവറിനെ അറസ്റ്റ് ചെയ്തു. മിക്കവാറും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ചും രാഷ്ട്രീയക്കാർ ചെയ്യാറുണ്ട് കേട്ടോ. പറയുമ്പോൾ അതൊരു അതിശയോക്തിയായിരുന്നു തോന്നും. പക്ഷേ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇൻ പൊളിറ്റിക്സ്. CPM കോൺഗ്രസ്സുമായിട്ടായിരിക്കില്ല, മിക്കവാറും മുസ്ലിം ലീഗുമായിട്ട് സംസാരിക്കും. ഞങ്ങൾ ഈ കുരു പൊട്ടിക്കാൻ പോവാണ്, നിങ്ങൾ ഇത് ഏറ്റെടുക്കുമോ? അപ്പോൾ അവർ കൂടി ആലോചിച്ചിട്ട് പറയും, ഒരു കാര്യം ചെയ്യണം, ആളെ ഒന്ന് ലിഫ്റ്റ് ചെയ്യണം. ഒന്നുമല്ലാത്ത ഒരാളിനെ മുസ്ലിം ലീഗിൽ എടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് വേണം? അപ്പോൾ എന്തൊക്കെയോ ആണെന്നൊരു ധാരണ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ട് തള്ളിക്കോ, ഞങ്ങളെടുത്തോളാം. അപ്പോൾ ശരി, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അതിനെന്താ വേണ്ടേ? അതിപ്പോൾ ഒരു 10-15 ജീപ്പൊക്കെ പോയിട്ട് രാത്രിയിൽ വലിയൊരു ഷോയൊക്കെ നടത്തി അറസ്റ്റ് ചെയ്യുക, കാണിച്ചു തരാമെന്ന്. അവരിപ്പോൾ എല്ലാവർക്കും അൻവറിൻ്റെ സ്വഭാവം അറിയാം. അൻവർ തിരിച്ച് വെല്ലുവിളിക്കും, ധൈര്യം ഉണ്ടോടാ, ജീവനുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്ന് ഒരു കൊഴുപ്പായി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. അൻവർ ആദ്യം ജാമ്യം ചോദിച്ചില്ല. വേണമെങ്കിൽ ജാമ്യം അവിടെ വെച്ച് തന്നെ ചോദിക്കാം അൻവറിന്, ജാമ്യാപേക്ഷയ്ക്ക് മൂവ് ചെയ്യാം രാത്രിയിൽ, തെറ്റൊന്നുമില്ല. ബട്ട് അത് ചെയ്തില്ല. അത് കഴിഞ്ഞ് ഒരു പകലും കൂടെ കഴിഞ്ഞ് സംഭവം ഒന്ന് ചൂടായിട്ട് ഒന്ന് റോയലായിട്ടൊക്കെ ഇറങ്ങി വരാം എന്ന് അൻവറും തീരുമാനിച്ചു. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു പബ്ലിസിറ്റി ചെയ്യുന്ന സംഗതിയൊക്കെ വേണമല്ലോ. ദിസ് ഈസ് വാട്ട് ഹാസ് ഹാപ്പൻഡ്. ഈ കേരളത്തിൽ ഒരു LDF UDF ഇപ്പോൾ പിന്നെ BJP മുന്നണിയും, ഈ മൂന്നിലും അല്ലാതെ ഒരാൾക്ക് നിന്ന് പിഴയ്ക്കാൻ സാധ്യമല്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ കൊല്ലപ്പെടുക വരെ ചെയ്യും. MV രാഘവൻ ഇത് ഫേസ് ചെയ്ത ആളാണ്. അദ്ദേഹത്തെ ശാരീരികമായിട്ട് ആക്രമിച്ചു, പലതും. ഒടുവിൽ രക്ഷയില്ലാതെ UDFൽ. പുറകെ ഗൗരിയമ്മയും UDFൽ ചെന്ന് ചേർന്നു. PV അൻവറും ഇതിൽ തന്നെ UDFൽ തന്നെ പോകുമെന്ന് തുടക്കം മുതൽ കേരള രാഷ്ട്രീയം അറിയാവുന്നവർക്കറിയാം. അതല്ലെങ്കിൽ പിന്നെ
ഈ ടി.പി. ചന്ദ്രശേഖരൻ ടൈപ്പ് റിവോൾട്ട് നടത്തണം. അതെ, ടി.പി. ചന്ദ്രശേഖരനെ അവർ കൊല്ലുകയും ചെയ്തു. ഞാനൊന്ന് ഇടപെട്ട് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരവസരം കാത്തിരുന്നു. അതേ അവസരം തന്നെ പി.വി. അൻവറും കാത്തിരുന്നില്ലേ ഇങ്ങനെ സമൂഹത്തിൽ? കാരണം ഇടയ്ക്ക് ഒന്ന് മന്ദഗതിയിലായിരുന്നു അദ്ദേഹം, പലരാലും തിരസ്കരിക്കപ്പെട്ട് വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കപ്പെടാതെ മന്ദീഭവിച്ചു നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു പെട്ടെന്നൊരു ബഹളത്തിലേക്ക് സമൂഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുമൊക്കെ സാധിച്ചു ഈ അറസ്റ്റോടുകൂടി എന്നുള്ളത് വസ്തുതയാണ്. ഇവിടെ രണ്ടു കൂട്ടരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തണം, തക്കം പാർത്തിരുന്നു എന്നുള്ളത്. രണ്ട്, പി.വി. അൻവറും അതേ സാഹചര്യം മുതലെടുക്കാനായി കാത്തിരുന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ ഉയരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, അറസ്റ്റിനെ അപലപിച്ച് കോൺഗ്രസ് നേതാക്കൾ എത്തിയിട്ടുണ്ട്. കെ സുധാകരൻ, വി ഡി സതീശൻ, പി കെ കുഞ്ഞാലിക്കുട്ടി ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു മാറ്റമാണ്, അതായത് താങ്കൾ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഇനിയിപ്പോൾ UDF-ലേക്ക് പി.വി. അൻവർ വന്നോട്ടെ എന്നുള്ള ഒരു സ്വാഗതമാണോ നൽകുന്നത്? അതിലുമുപരി മറ്റൊരു ചോദ്യം കൂടി, കോൺഗ്രസിനെയും UDF-നെയും സമ്മർദ്ദത്തിലാക്കാൻ തക്കവണ്ണമുള്ള ഏതെങ്കിലും രീതിയിലുള്ള വർഗീയ ശക്തികളുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളതായി താങ്കൾ സംശയിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു പൊളിറ്റിക്കൽ ടർബുലൻസിൽ എല്ലാവരും ഇടപെടും. എല്ലാവർക്കും രാഷ്ട്രീയ നേട്ടം ആവശ്യമാണല്ലോ, ഒരു പാർട്ടിക്കല്ല. SDPIക്കും രാഷ്ട്രീയ നേട്ടം ആവശ്യമാണ്, BJPക്കും ആവശ്യമാണ്, CPM-ന് ആവശ്യം, എല്ലാവർക്കും ആവശ്യമാണ്. ആദ്യം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ പി.വി. അൻവർ ടേക്കപ്പ് ചെയ്ത ഇഷ്യൂ അത് ഇടപെടാൻ ബുദ്ധിമുട്ടായിരുന്നു UDF-ലെ ഘടകകക്ഷികൾക്കും, ഈവൻ LDF-ന് പോലും. LDF-ൽ പി.വി. അൻവറിനുള്ള സിമ്പതൈസേഴ്സ് ഉണ്ടല്ലോ, KT ജലീലിനെ പോലെയുള്ളവർ, അവർക്ക് പോലും പിന്താങ്ങാൻ പറ്റാത്ത ഇഷ്യൂ ആണ് ആദ്യം പി.വി. അൻവർ പൊക്കിക്കൊണ്ടുവന്നത്. ഒന്ന് ഓർത്ത് നോക്കും, പി.വി. അൻവറിൻ്റെ ആദ്യത്തെ പോയിൻ്റ് എന്തായിരുന്നു? കള്ളക്കടത്ത് സ്വർണം എയർപോർട്ടിൽ നിന്ന് പുറത്തു വന്നാൽ പിന്നെ പിടിക്കാൻ പോലീസിന് അവകാശമില്ല. അങ്ങനെ ആളുകളെ ഹറാസ് ചെയ്യുന്നു പോലീസ്. മാത്രമല്ല, പിടിക്കുന്ന അത്രയും സ്വർണം മജിസ്ട്രേറ്റിന് മുമ്പിൽ എത്തുന്നില്ല, നടുക്ക് പോലീസ് ഇസ്കുന്നു. ഈ ഇഷ്യൂ ആണ് പി.വി. അൻവർ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ മൊത്തത്തിൽ എന്തായി? എന്തോ കള്ളക്കടത്തിന് അനുകൂലമായ എന്തോ നിലപാടാണ് പി.വി. അൻവർ എടുക്കുന്നതെന്ന് എല്ലാവരും ധരിച്ചു. ആളുകൾ പൊതുവെ ഇതിൻ്റെ മെറിറ്റിലേക്ക് കടന്നല്ല ചിന്തിക്കുന്നത്. ആരെയാണ് ഈ മനുഷ്യൻ സപ്പോർട്ട് ചെയ്യുന്നത്? കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നവരെ. അത് ഡ്യൂട്ടി അടച്ചതാവാം, അടയ്ക്കാത്തതാകാം, എന്തുമായിക്കോട്ടെ. ഡ്യൂട്ടി അടയ്ക്കാതെ കൊണ്ടുവന്നു, പിന്നെ എയർപോർട്ടിൽ പിടിച്ചു കഴിയുമ്പോൾ ഡ്യൂട്ടി അടച്ചു എന്ന് വിചാരിച്ച ആൾ പുണ്യവാളനാകുന്നില്ല പൊതുജനങ്ങളുടെ ദൃഷ്ടിയിൽ. അങ്ങനെ പണ്ട് മുതലേ കള്ളക്കടത്താണ്, ഇങ്ങനെ ഒരു പറച്ചിലാണ് ഉണ്ടാവുക. ഈ ഒരു ഇഷ്യൂ പൊക്കിക്കൊണ്ടുവന്ന് ആ ഇഷ്യൂവിന് മെറിറ്റ് ഉണ്ടെങ്കിൽ പോലും ആരും അതിൽ തൊടില്ല. കാരണം വിഷയം കള്ളക്കടത്താണ്. അങ്ങനെയാണ് അത് ചീറ്റിപ്പോകുന്നത്. പിന്നീടാണ് ഇപ്പോൾ പി.വി. അൻവർ എടുത്ത ഈ ആന ചവിട്ടിക്കൊന്ന ആളിൻ്റെ ഇഷ്യൂ, അത് വനമേഖലയിൽ വലിയൊരു ഇഷ്യൂ തന്നെയാണെന്നേ. അതിന് ഇനിഷ്യേറ്റീവ് ഈ പി.വി. അൻവർ സ്നാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കക്ഷികൾ എന്ത് ചെയ്യും? അപ്പോൾ ഒന്നുകിൽ പി.വി. അൻവറിനെ വിഴുങ്ങുക, അല്ലെങ്കിൽ പി.വി. അൻവറിനെ ഉപേക്ഷിക്കുക. LDF-ന് ഉപേക്ഷിക്കാനേ പറ്റുള്ളൂ. UDF-ന് UDF എന്ന് പറഞ്ഞാൽ മിക്കവാറും ഞാൻ കരുതുന്നത് അദ്ദേഹം മുസ്ലിം ലീഗിലേക്കാവും പോകുന്നത്. കോൺഗ്രസ്സിൽ സ്ഥലമില്ലാഞ്ഞിട്ടാണ്. അവിടെ കോൺഗ്രസ്സിൽ ആൾ കൂടുതലായിട്ട് സ്റ്റേജ് പൊളിഞ്ഞ് വീഴുന്ന അവസ്ഥയാണ് അവരുടെ. അവരെ കുറ്റമായിട്ട് പറയുകയല്ല. ഒരു പാർട്ടിയിൽ ഒരു സാച്ചുറേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ വേറൊരാളിന് കയറാൻ സ്ഥലമില്ല. അതേസമയം പിന്നെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ഹൃദയവിശാലത മുസ്ലിം ലീഗായിരിക്കും കാണുന്നത്. ഈ സമയത്ത് SDPI അവരുടെ പപ്പടം ചൂട്ടെടുക്കും. BJPക്ക് അതിൽ നിന്നെങ്കിലും മുതലെടുക്കാൻ പറ്റിയാൽ അവരെടുക്കും. എല്ലാ രാഷ്ട്രീയ കക്ഷികളും എടുക്കും. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. വാസ്തവത്തിൽ ഈ വനമേഖലയിലെ ഈ പ്രശ്നം, മൃഗങ്ങളും താമസക്കാരും തമ്മിലുള്ള ഈ പ്രശ്നം ലോങ് ബാക്ക് വൺസ് ഫോർ ഓൾ സെറ്റിൽ ചെയ്യേണ്ട ചുമതല പിണറായി വിജയൻ സർക്കാരിനുണ്ടായിരുന്നു. അതിനുള്ള ഒരു സിൻസിയർ അറ്റംപ്റ്റ് നടത്തിയില്ല. അവിടെയൊക്കെ ഈ ഫയർ ഫൈറ്റിംഗ്, ആരെങ്കിലും മരിക്കുമ്പോൾ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം, ഈ നഷ്ടപരിഹാരം കൊടുക്കുകയില്ല. അത് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാൻ മരിച്ചത് മണിയാണെന്നും മണി തന്നെയാണെന്നും മണിയല്ലാതെ വേറൊന്നും അല്ലെന്നും പറഞ്ഞുള്ള സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് വനപാലകരുടെ കമ്മിറ്റി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഹരാസ് ചെയ്ത് ഈ പൈസ ഒന്നും കൊടുക്കാറില്ല ആർക്കും കിട്ടിയതായിട്ട് എനിക്കറിയില്ല കേട്ടോ. 1-2 എണ്ണം കൊടുത്തും കാണും ചിലപ്പോൾ.
ഈ ഇഷ്യൂ അൻവർ വളരെ വയലൻ്റായിട്ട് അത് നല്ലൊരു മാർഗമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഒന്ന് രോഹിണി ഒന്ന് പുറകോട്ട് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പള്ളിയിലച്ഛനാണ് ഫോറസ്റ്റ് ഓഫീസും അവരുടെ ജീപ്പും കൂടെ അടക്കം കത്തിച്ച് കളഞ്ഞത്. ഇവർ 2 കസേര പൊട്ടിച്ചല്ലേ ഉള്ളൂ. അന്ന് എന്ത് FIR എന്ത് ആക്ഷൻ എടുത്തു? അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ നേരത്തെ എടുത്ത ഇഷ്യൂ തെറ്റിപ്പോയി, അതുകൊണ്ട് ആരും അതിൽ തൊട്ടില്ല. പക്ഷേ ഇപ്പോൾ അൻവറുടെ അടുത്ത ഇഷ്യൂ ക്ലിക്ക് ചെയ്യും, അതിന് തീ പിടിക്കുമെന്ന് എല്ലാവർക്കും തോന്നി. അതുകൊണ്ട് പിണറായി വിജയൻ വൺസ് ഫോർ ഓൾ അയാളെ UDFിലേക്ക് ചേരിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അറ്റാക്ക് ചെയ്യാൻ എളുപ്പമാണ്. സീരിയസ് അല്ല. ഇതിൻ്റെ നടുക്കൊരാൾ നിന്നിട്ട് കച്ചറ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാത്ത ഒരു അനിശ്ചിതത്വം, ഒരു അൺഎക്സ്പെക്റ്റബിൾ ഒരു എക്സ് ഫാക്ടർ കൂടെ വരികയാണതിൽ PV അൻവർ എന്നുള്ള ആ എക്സ് ഫാക്ടർ ഒഴിവാക്കാൻ തീരുമാനിച്ചു. അത് UDFിന് സമ്മതമാണ്, LDFിന് സന്തോഷമാണ്. LDF ഉപേക്ഷിച്ചു, UDF ഇപ്പോൾ എടുക്കുന്നു. കാരണം ഇന്ന് രാവിലെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു 1 റൗണ്ട് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞു എന്ന് പറയുന്നു. സുധാകരൻ പറയുന്നു എടുക്കില്ല എന്ന്. അത് കോൺഗ്രസ് ആണല്ലോ. പക്ഷേ മുസ്ലിം ലീഗ് പറഞ്ഞു 1 റൗണ്ട് ഞങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞു. സോ ഇറ്റ് ഈസ് ഓബ്വിയസ്, ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ഫ്യൂ ഡേയ്സ്. അതേസമയം PV അൻവർ സ്വതന്ത്രനായ ഇടതുപക്ഷ പിന്തുണയോടെ ജയിച്ചു വന്ന സ്വതന്ത്രനാണ്. ബട്ട് അതുകൊണ്ട് PV അൻവറിന് കൂറുമാറാൻ സാധ്യമല്ല. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ ഒരു UDF ചായയോടുകൂടി നിയമസഭ തീരുന്നവരെ അൻവറിന് തുടരേണ്ടി വരും എന്ന് ഞാൻ കരുതുന്നു. പിന്നെ രാഷ്ട്രീയ മുതലെടുപ്പ് ഈ പറഞ്ഞ പോലെ എല്ലാവരും നടത്തുന്നുണ്ട്. അത് SDPI നടത്തും, ഉറപ്പായിട്ട് ചെയ്യും. ശരി.